ഗാസയിൽ യുദ്ധം ശക്തമാകുമ്പോൾ ഈജിപ്തും ഖത്തറും സംയുക്തമായി നിർദ്ദേശിച്ച വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചതായി റിപ്പോർട്ട്. ഇസ്രയേലിൽ നിന്നും അനുകൂല പ്രതികരണം ലഭിച്ചതായാണ് വിവരം. ഈ പുതിയ നീക്കം ഗാസയിൽ വീണ്ടും സമാധാനത്തിന്റെ നാളുകൾ തിരികെ കൊണ്ടുവരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കരാറിനെ ഇസ്രയേൽ അട്ടിമറിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹമാസ് നേതാവ് പറഞ്ഞു. ഇസ്രയേലിൽ നിന്ന് ഹമാസ് പിടികൂടി 5 ബന്ദികളെ കൂടി മോചിപ്പിക്കാമെന്നതാണ് വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥ. ഓരോ ആഴ്ചയും ഒരാളെ വീതം മോചിപ്പിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. മധ്യസ്ഥരിൽ നിന്ന് വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങൾ ലഭിച്ചതായും അമേരിക്കയുമായി സഹകരിച്ച് തങ്ങളുടെ നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ജനുവരി 19-നാണ് ഗാസയിൽ ആദ്യഘട്ട വെടിനിർത്തൽ നിലവിൽ വന്നത്. ഇതിന്റെ ഭാഗമായി ഹമാസ് ബന്ദികളിൽ ചിലരെ വിട്ടയക്കുകയും ഇസ്രയേൽ ജയിലിലുള്ള പലസ്തീനികളെ ഇസ്രയേൽ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. 3 ഘട്ടങ്ങളുള്ള വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാനും ഗാസയിൽ നിന്നുള്ള ഇസ്രയേൽ പിന്മാറ്റം പൂർത്തിയാക്കാനുമാണ് ലക്ഷ്യമിട്ടിരുന്നത്. സമാധാന ശ്രമങ്ങൾ പലപ്പോഴും വേഗത്തിൽ പൊളിഞ്ഞുപോകുന്ന ചരിത്രം അവശേഷിക്കുമ്പോഴും ഈ കരാർ സ്ഥിതിഗതികൾക്ക് ഒരു മാറ്റം വരുത്തുമോ എന്ന ആകാംക്ഷയോടെയാണ് എല്ലാവരും ഈ നീക്കത്തെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങളും അതിന്റെ ആഘാതങ്ങളും ലോകത്തെ ഭീതിയിൽ നിർത്തുകയാണ്. നിരപരാധികളായ നിരവധി പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേരുടെ ജീവിതം ദുരിതത്തിലാക്കുകയും ചെയ്തു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സമാധാന സാധ്യതകൾക്ക് പുതിയ വെളിച്ചമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ കരാറിന് മുൻപായി സമാധാന ചർച്ചകൾ പല ഘട്ടങ്ങളിലും പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. ഇസ്രയേലിന് പിന്തുണ നൽകുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള ശക്തികളും ഹമാസിന് പിന്തുണ നൽകുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നതിനാൽ എത്രത്തോളം കാലം ഈ കരാർ നിലനിൽക്കുമെന്നതിൽ വലിയ സംശയം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈജിപ്ത്, ഖത്തർ തുടങ്ങിയ രാഷ്ട്രങ്ങൾക്ക് കൃത്യമായ ഇടപെടലിലൂടെ താൽക്കാലികമായെങ്കിലും ഒരു ശാന്തത കൈവരിക്കുവാൻ കഴിയുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും ശ്രമങ്ങളടക്കമുള്ള അന്താരാഷ്ട്ര ഇടപെടലുകൾ എത്രത്തോളം ഫലപ്രദമാവുമെന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വ്യക്തമാകും. ഇസ്രയേലിൻ്റെ പുതിയ പ്രതികരണവും അവരുടെ ഭാവി പദ്ധതികളും ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗ്യനിർണയത്തിൽ വലിയ പങ്കുവഹിക്കും. ഹമാസിന്റെ ഭാവി നീക്കങ്ങളും ഈ കരാറിന്റെ ദൈർഘ്യം എന്താകുമെന്ന് വ്യക്തമാക്കും. സമാധാന ശ്രമങ്ങൾക്ക് കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണ ലഭിക്കുമോ എന്നത് പ്രധാനമായ ചോദ്യങ്ങളിലൊന്നാണ്. ഇതുവരെ നടന്ന പല വെടിനിർത്തൽ ശ്രമങ്ങളും വിജയിക്കാതിരുന്നത് കക്ഷികൾ തമ്മിലുള്ള അവിശ്വാസം കൊണ്ടുകൂടിയാണ്. ജനുവരി 19-ന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് ഇസ്രയേൽ ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചത്. നിലവിലെ കരാറിന്റെ വിശദാംശങ്ങൾ അനുസരിച്ച് 2 കക്ഷികളും ഒരു പരിധിവരെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട്. അന്താരാഷ്ട്ര സമൂഹം ഈ കരാറിനെ പിന്തുണയ്ക്കുകയും അതിന്റെ കൃത്യമായ പ്രാവർത്തികത ഉറപ്പുവരുത്തുകയും വേണം. ഗാസയിലെ ജനങ്ങൾ ഒരുപക്ഷെ വീണ്ടും കലാപത്തിന്റെയും പീഡനത്തിന്റെയും ഇരയാകാതിരിക്കാൻ ഈ കരാർ നിർണായകമാകും. സമാധാന ശ്രമങ്ങൾ ദീർഘകാലം നിലനിൽക്കാൻ ഇസ്രയേൽ, ഹമാസ് എന്നിവരുടെ നിലപാടുകളും വിട്ടുവീഴ്ചകളും ഏറ്റവും പ്രധാനമാണ്. പലപ്പോഴും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി സമാധാന കരാറുകൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുതിയ വെടിനിർത്തൽ കരാർ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമോ എന്നത് ആശങ്ക വളർത്തുന്നുണ്ട്. ഈ കരാറിന്റെ പ്രായോഗികത അവലോകനം ചെയ്യുമ്പോൾ ഹമാസിന്റെയും ഇസ്രയേലിന്റെയും ദീർഘകാല കാഴ്ചപ്പാടുകളും നിർണായകമാകും. ഗാസയിലെ ജനതയ്ക്കുള്ള ഉറച്ച പ്രതീക്ഷകളുടെ മേൽ ഈ കരാറിന്റെ വിജയം തീർച്ചയായും ആശ്രയിച്ചിരിക്കുന്നു. ഇനി പ്രതീക്ഷ മാത്രം ബാക്കിയാണെന്നും ഈ കരാർ യാഥാർത്ഥ്യമായി ഒരു വലിയ മാറ്റം ഉണ്ടാക്കുമെന്നുമാണ് ലോകം പ്രതീക്ഷിക്കുന്നത്.